Hey guys, welcome back to our channel Code and Play. Guys, surprising ആയിട്ടുള്ള വീഡിയോ ആണ്. മീൻസ് നമ്മൾ യൂണിറ്റി ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, ദിസ് ഇസ് എ പാർട്ട് 1 ഫോർ യൂണിറ്റി ട്യൂട്ടോറിയൽസ് ഇൻ മലയാളം. നിങ്ങൾ റെഡിയല്ലേ? സോ ഗൈസ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന 5 വീഡിയോസ് ആണ്. സോ ബേസിക് സ്പൂൺ സ്പീഡിംഗ് തൊട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ, ഡിഗ്രി പഠിക്കുന്നവരാണോ, അങ്ങനെയൊന്നും ഒരു മാറ്ററും ഇല്ല. നിങ്ങൾക്ക് ഗെയിം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് ഗെയിം ഉണ്ടാക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എല്ലാ വീഡിയോസും തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗെയിം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഈ സീരീസ് പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റിയെ പറ്റി, യൂണിറ്റി സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അടുത്ത് വരാൻ പോകുന്ന രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ C# എന്താണ്, ആ ലാംഗ്വേജിനെ പറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ഗെയിമും ചെയ്യുന്നുണ്ട്. ഒന്ന് ബോൾ റോളിംഗ് ഗെയിമും, ബോൾ ഉരുണ്ടു പോകുമ്പോഴത്തേന് അതിനെ തിരിച്ചു വിട്ട് അങ്ങോട്ട് കൊണ്ട് പോകേണ്ട ഗെയിമില്ലേ, ആ ഗെയിമും അതുപോലെ ഒരു ഷൂട്ടിംഗ് ഗെയിമും നമ്മൾ ഈ സീരീസിൽ തന്നെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. ഗെയിം ഉണ്ടാക്കാൻ പഠിക്കുക, ഗെയിം ഉണ്ടാക്കുക, പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കുക. സോ ഇനി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റിയുടെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോഴത്തേന് യൂണിറ്റി ഹബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. നമുക്കിവിടെ പ്രോജക്റ്റിൻ്റെ ലിസ്റ്റുകൾ കാണാം, അല്ലെങ്കിൽ ഇപ്പറേ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ക്ലൗഡിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് യൂണിറ്റി അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇത് മസ്റ്റാണ്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്തിടുക. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻസ്റ്റാളാണ്. ഇൻസ്റ്റാൾ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന വേർഷൻ ഇതാണ്. സോ അത് നമുക്ക് ഏത് വേർഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം, ലേറ്റസ്റ്റ് വേർഷൻ വരെ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. സോ ജസ്റ്റ് ഇനി നമുക്ക് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരിക, പ്രോജക്റ്റിൽ വരിക, നേരെ ഈ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. എന്താണ് പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്തിടുക. ഏത് ഫോൾഡറാണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ 2D പ്രോജക്റ്റ് ആണോ, അത് 3D പ്രോജക്റ്റ് ആണോ, യൂണിവേഴ്സൽ 2D ആണോ, അങ്ങനെ FPS ഗെയിം അതിൻ്റെ ഒത്തിരി ഉണ്ട്. പല 3D മൊബൈലിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്, 3D മൊബൈൽ, അതെല്ലാം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 3D റൈഡർ പൈപ്പ്ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു 3D ഗെയിം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ പേര് ഇവിടെ കൊടുക്കുക, ഫോൾഡർ കൊടുക്കുക, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ വരുന്നത് നമ്മുടെ യൂണിറ്റി എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. സോ ഇതാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ബട്ട് ഓരോന്നായിട്ട് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരിക, ഹൈറാർക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയിം ഒബ്ജക്റ്റിൻ്റെ അത് നമുക്ക് ക്യൂബ്, ക്യാപ്സൂൾ എല്ലാം, ക്യാമറ. ഫസ്റ്റ് നമുക്ക് ഹൈറാർക്കിയിൽ എന്തൊക്കെ വെക്കാന്നുള്ളത് കാണിച്ചു തരാം. ഹൈറാർക്കി എന്ന് പറയുന്ന പാനൽ ഇപ്പം മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ആദ്യം കിടക്കുന്ന ക്യാമറയുണ്ട്, പിന്നെ ഡയറക്ഷണൽ ലൈറ്റും ഉണ്ട്. ഇനി നമുക്കിൻ്റെ അകത്ത് ഈ ഒബ്ജക്റ്റുകൾ 3D ഒബ്ജക്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. ക്രിയേറ്റ് MD പ്രോജക്റ്റ് ഉണ്ട്, അത് ചുമ്മാ ഒരു പേരിൽ ഒരു MD പ്രോജക്റ്റ് ഉണ്ട്. 3D ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 3D പ്രോജക്റ്റ് ആയതുകൊണ്ട് 3D ഒബ്ജക്റ്റ് വരുന്നു. സോ നമുക്ക് ക്യൂബ്, സ്പിയർ, ക്യാപ്സൂൾ, സിലിണ്ടർ, പ്ലെയിൻ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഓഡിയോ ഉണ്ട്, ഓഡിയോ സോഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇഫക്ട്സ്, പാർട്ടിക്കിൾ സിസ്റ്റം, ട്രെയിൽ ലൈൻ എല്ലാം ഉണ്ട്. ലൈറ്റ്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ടൂൾ കിറ്റ് ഉണ്ട്, ക്യാമറ, UI എന്ന് പറയുമ്പോൾ നമ്മുടെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം ആണ്. സ്ക്രോൾ ബാർ, ബട്ടൺസ്, പാനല്, ഇമേജ്, ടെക്സ്റ്റ്, റോ ഇമേജ്, പാനൽ, ടൂഗിൾ, സ്ലൈഡർ, സ്ക്രോൾ ബാർ, അങ്ങനെ ബട്ടൺ, അങ്ങനെ എല്ലാം നമ്മുടെ UI കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് ഒരു 3D ക്യൂബ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ക്യൂബ് വന്ന് ഇതിന് നമുക്ക് പേര് വേണമെങ്കിൽ ഇവിടെ റീനെയിം ചെയ്ത് തരാം. സോ ഇനിയാണ് നമ്മുടെ സീൻ എന്ന വിൻഡോയും ഗെയിം എന്ന വിൻഡോയും നമ്മളുള്ള ബന്ധം പറഞ്ഞുതരാം. ഹൈറാർക്കിൽ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂബിനെ പൊസിഷനും കാര്യങ്ങളെല്ലാം
അറേഞ്ച് ചെയ്തിട്ട് അതിന് ക്യൂബിൻ്റെ സൈസ് കൂട്ടാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സീനിലാണ്. സോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ക്യൂബ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സീൻ എന്ന് പറയുന്ന ഇതിലേക്ക് വരിക. സീൻ എന്ന വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. മീൻസ് ഗെയിം ഞാൻ താഴെട്ട് തരാം. ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട് എങ്ങനെയാണ് ഗെയിം യൂസർ കാണുന്നത് അതാണ് ഈ ഗെയിം വിൻഡോയിൽ കാണുന്നത്. സീൻ വിൻഡോയിൽ നമ്മൾ കാണുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നമുക്ക് 3D ഒബ്ജക്റ്റിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. സോ ഇതെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ടൂളാണ്. നമുക്ക് അങ്ങോട്ട് മാറ്റാം. മൂവ് ടൂൾ, ഇതിൻ്റെ പേര് മൂവ് ടൂൾ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. ഇത് റൊട്ടേറ്റ് ടൂൾ. ഇതിന് നമുക്ക് ക്യൂബിനെ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. ദെൻ ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാം, സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം, അങ്ങനത്തെ പല കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് നമ്മൾ സീനിലാണ്. ഗെയിമിൽ നമുക്കത് കാണാനും സാധിക്കത്തുള്ളൂ. സോ അങ്ങനെയാണ് ഇതിൻ്റെ തിരക്കുന്നത്. ഇത് പറയുന്ന റെക്റ്റ് ടൂളാണ്. ഒരു പോർഷനിൽ ഫുള്ളി നമുക്ക് നീട്ടിയെടുക്കാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപകാരമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമുക്ക് സീനിൽ കാണുന്ന. ഗെയിമിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിൻഡോസ് കാണുകയും ചെയ്യാം. സോ ഞാൻ അതിങ്ങോട്ട് നേരെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി പ്രൊജക്റ്റ് വിൻഡോയിൽ നമുക്ക് ഫോൾഡേഴ്സ് ആണ്. നമ്മുടെ ഈ കംപ്ലീറ്റ് പ്രോജക്റ്റും ഓരോരോ ഫോൾഡറായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെക്കുന്നതാണ്. ഈ സീൻ എന്ന് പറയുമ്പോൾ ഈ സീൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സീൻ എന്ന് പറയുന്ന ഈ ഫയലിൻ്റെ അകത്താണ്. ഇതൊരു സീനാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ലെവല് ഈ സീൻ്റെ അകത്ത് മാത്രമായിട്ട് ചെയ്യാം. സീൻ 2 എന്ന് പറയുമ്പോഴത്തേന് വേറൊരു രണ്ടാമത്തെ ലെവല്, മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ വേറെ സീനിൽ, അങ്ങനെ ഓരോരോ സീനായിട്ട് നമുക്ക് ചെയ്ത് പോകാം. അപ്പോൾ സീനിൻ്റെ അകത്താണ് സീൻ എന്ന് പറയുന്ന സാമ്പിൾ സീൻ ഇതിൻ്റെ അകത്താണ്. ഈ സാമ്പിൾ സീൻ എന്ന് പറയുന്നതിൻ്റെ അകത്താണ് നമ്മൾ ഈ ക്യാമറയും ഡയറക്ഷൻ ലൈറ്റും ക്യൂബും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫോൾഡർ ചുമ്മാ ആഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡർ ആഡ് ചെയ്തതിൻ്റെ അകത്ത് നമുക്ക് പ്രീഫാബ് എന്ന് ചുമ്മാ പേര് കൊടുക്കാം. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് പേരൻ്റ് ആക്കി വെക്കാനായിട്ട് നമുക്ക് പറയുന്ന പേര് പ്രീഫാബ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രോജക്റ്റ് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രീഫാബ് എന്ന് പറഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് വേണം നമുക്ക് ഈ ക്യൂബിൻ്റെ പേരൻ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് എന്ത് നമ്മൾ ആ ക്യൂബിൽ ചെയ്താലും അതിൻ്റെ ചൈൽഡിനെ അതേപടി കിട്ടുകയും ചെയ്യും. സോ ഇതിനെ ക്യൂബിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടുക. ഇഫ് പ്രീഫാബ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിലേക്ക് ഇടുക. അപ്പോൾ അവിടെ വരും. ഇതാണ് നമ്മൾ പേരൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. പേരൻ്റ് ഗെയിം ഒബ്ജക്റ്റ് ക്യൂബ്. ഇതിന് നമുക്ക് എന്ത് മാനിപ്പുലേഷൻ വേണം നടത്താം. അത് എല്ലാ ചൈൽഡിലും നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുമ്പോൾ ഇതിന് അടുത്ത ഒരെണ്ണം വന്നിട്ടുണ്ട്, ക്യൂബ് വന്നിട്ടുണ്ട്. വേണ്ടേ സെക്കൻഡ് ഇനി ഒരെണ്ണം കൂടെ എടുത്തിടുമ്പോൾ ഇതിനടുത്ത് ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് എടുത്ത് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. സോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി അടുത്ത വിൻഡോ ആണ് എന്തെന്ന്, ഇതിൻ്റെ പേര് ഇൻസ്പെക്ടർ വിൻഡോ. സോ ഗൈസ്, അടുത്ത വിൻഡോ ആണ് ഇൻസ്പെക്ടർ വിൻഡോ. ഇൻസ്പെക്ടർ വിൻഡോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ക്യൂബിൻ്റെ ബിഹേവിയേഴ്സ് മൊത്തം ഇതെന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ആ ക്യൂബ് ആരാണ് എന്താണെന്നുള്ള സ്വഭാവങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം ഇവിടെയാണ്. ഇത് ടാഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഒരു ഗെയിം ചെയ്യുമ്പോഴത്തേന് ഞാൻ ടാഗ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു എനിമി എന്ന് പറയുന്ന ക്യൂബാണെന്ന് വെച്ചു, നമ്മൾ ചുമ്മാ ഒരു പേര് കൊടുക്കുന്ന പോലെ ടാഗ് നെയിം കൊടുക്കുകയാണ്. എനിമീന്ന് അല്ലെങ്കിൽ പ്ലെയർന്ന് നമ്മൾ ജസ്റ്റ് നമുക്ക് ചുമ്മാ കൊടുത്തുക. ആവശ്യമുണ്ട്, അത് ഓരോ സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ ലെയർ ഉണ്ട്, അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ട്രാൻസ്ഫോം ഉണ്ട്. ഇവിടെ നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ മാറ്റുവാണെങ്കിൽ നമ്മുടെ ക്യൂബ് പൊസിഷൻ ചേഞ്ച് ചെയ്യും, റൊട്ടേഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇത് മെഷ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സ്കിന്നാണ് നമുക്ക് വേണേൽ സങ്കല്പിക്കാം. കേട്ടോ, ഇപ്പം ഇല്ല, വിസിബിളാണ്, ഇൻവിസിബിളാണ്, ഇപ്പോൾ വിസിബിളാണ്. അതാണ് മെഷിൻ്റെ ഗുണം. ദെൻ മെറ്റീരിയൽ ഇപ്പം എന്താണെന്ന് കാണിച്ചു തരാം. മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടുത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്നു.
എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ സ്ക്രിപ്റ്റ് നമുക്ക് C# സ്ക്രിപ്റ്റ് എടുക്കാം, 2D ഇത് കാര്യങ്ങൾ, ഫിസിക്സ് കാര്യങ്ങൾ, ഷെയ്ഡർ എല്ലാം ഉണ്ട്. നമുക്ക് അതെല്ലാം വിട്ടിട്ട് ഇവിടെ സീനും എല്ലാം വിട്ടിട്ട് നമുക്കിപ്പോൾ വേണ്ടത് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ചുമ്മാ റെഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മെറ്റീരിയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ കളറ് വന്നിട്ട് നമ്മളിവിടെ എന്താക്കും, ചുമ്മാ റെഡ് എന്ന് നമ്മൾ കൊടുത്ത് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ മെറ്റീരിയലിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഈ ക്യൂബിലേക്ക് നമ്മൾ ഇടുന്നു. സോ അപ്പം ഇവിടെ ഈ കളറായിട്ട് വന്നത് ഏതാ, ഈ ക്യൂബിൻ്റെ കളർ ഏതാ, റെഡ് വന്നത് കണ്ടോ. സീനിൽ നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ മെറ്റീരിയൽ നോക്കുമ്പോൾ റെഡാണ് ഇവിടെ മെറ്റീരിയൽ വന്നത്. അതാണ് മെറ്റീരിയൽ ഗുണം. പിന്നെ ലൈറ്റിങ് നമുക്ക് അറേഞ്ച് ചെയ്യാം, പ്രോപ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതാണ് കൊളൈഡർ. കൊളൈഡർ മീൻസ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ തൊട്ടു എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഇതിൽ ഫിസിക്സ്, നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരിക്കും ഈ ഇതിനകത്ത് എന്താ ഫിസിക്സിനെ പറ്റി അറിയണം, കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ബേസിക് തിങ്സ് മാത്രം ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓരോ ഗെയിമിനും ഓരോ ഫിസിക്സും കാര്യങ്ങളുണ്ട്. അതിപ്പം അതിൻ്റെതായ റിസർച്ചിൽ പോയാൽ മതി. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ഫിസിക്സ് സിസ്റ്റം കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതായത് കൊളൈഡർ, നമ്മളൊരു ഒബ്ജക്റ്റിനെ തൊട്ടു, അല്ല നമ്മളൊരു ആളെ തൊട്ടു, ഒരു മൊബൈൽ തൊട്ടു, കൈ കൊണ്ട് എടുത്തു എന്നൊക്കെ അറിയാൻ പറ്റുന്ന നമ്മളെ ടച്ച് സെൻസിറ്റിവിറ്റി അത് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത് ഈ കൊളൈഡർ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ കൊളൈഡർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കൊളൈഡർ ഉണ്ട്. 2D കൊളൈഡറും ഉണ്ട്, 3D കൊളൈഡറും ഉണ്ട്. നോക്ക്, ഇപ്പോൾ ഒരു ബോക്സ് കൊളൈഡറിന് പോലും 2D ഉണ്ട്, 3D ഉണ്ട്. അതുപോലെ ക്യാപ്സൂൾ കൊളൈഡർ 2D 3D, സർക്കിൾ കൊളൈഡർ ഉണ്ട്, മെഷ് കൊളൈഡർ ഉണ്ട്. മെഷ് കൊളൈഡർ ഇപ്പോൾ നമ്മളൊരു കല്ലാണെന്ന് വെച്ചോ, കല്ലെന്ന് പറയുമ്പോൾ ഒരു പല ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, അതിന് പ്രത്യേക സർക്കിളോ സ്ക്വയറോ റെക്ടാങ്കിൾ അങ്ങനെയില്ല. അപ്പം അതിനൊക്കെ നമ്മൾ മെഷ് കൊളൈഡർ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ പലതരത്തിലെ 2Dയും 3D കൊളൈഡേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ദെൻ ഇനി നമുക്ക് വേറൊരു ഫിസിക്സ് ആണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഇത് 3D ആണ്, ഇത് 2D ആണ്. റിജിഡ് ബോഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിജിഡ് ബോഡിയെ ക്ലിക്ക് ചെയ്യുന്നു. റിജിഡ് ബോഡിയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്രാവിറ്റി, വെയിറ്റ് ഇതൊക്കെ ഉണ്ട് എന്ന് അതിന് മനസ്സിലാവും. മീൻസ് അതിനുണ്ടെന്നുള്ള ഫിസിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് റിജിഡ് ബോഡിയിൽ മാസ് നമുക്ക് കൂട്ടി എത്ര വെള്ളം കൊടുക്കാം, അത് താഴോട്ട് വീണ്ട ഡ്രാഗിൻ്റെ ഇത് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഗ്രാവിറ്റി വേണോ വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചെടുക്കാം. ഈ സ്കൈനമാറ്റിക് നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഫിസിക്സ് ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന് മാസ് ഇതിനുണ്ടെന്നുള്ളൊരു അറിയിക്കുന്നൊരു ഫിസിക്സാണ് റിജിഡ് ബോഡി ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഈ സാധനം ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഈ കൊളൈഡർ, റിജിഡ് ബോഡി, ഈ സാധനം എല്ലാം ട്രാൻസ്ഫോം ഇതെല്ലാം നാം പറയുന്ന പേരാണ് കമ്പോണൻസ്. നമ്മൾ ഓരോ കമ്പോണൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആഡ് കമ്പോണൻസ് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് എല്ലാത്തിനും കമ്പോണൻസ് ആണ് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും റെഡി ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഫിസിക്സിൽ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. റൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റെഡിന് മാത്രം നമ്മൾ ഇത് ഗ്രാവിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? കാരണം ഇവിടെ നമുക്ക് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഉണ്ട് റണ്ണുണ്ട്, പൗസ് ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്ലേ ചെയ്യുക. ഇപ്പോൾ ക്യൂബ് നേരെ താഴോട്ട് പോയി. കാരണം അതിന് വെയിറ്റും ഉണ്ട്, ഗ്രാവിറ്റിയും ഉണ്ട്. അത് നേരെ താഴേക്ക് പോയി, നമുക്ക് പോകൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് വൺ, നമുക്കിനി ആനിമേഷൻസ്. നമ്മൾ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. സോ ആനിമേഷൻസ് നമുക്ക് വേറൊരു വിൻഡോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ആനിമേഷൻ വന്ന് ആനിമേഷൻ ചെയ്യാം. അത് നേരെ ഇവിടെ കൊണ്ടിടുന്നു. ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യൂബിന് നമുക്ക് സെപ്പറേറ്റ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. റിജിഡ് ബോഡി അതിൽ നിന്ന് കളഞ്ഞേക്കാം. ആനിമേഷൻ വന്നു. ഇനി
ആനിമേറ്റർ വിൻഡോ വേണം. ആനിമേറ്റർ എന്ന് പറയുന്നൊരു ആനിമേഷൻ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓരോരോ ആനിമേഷനാണ്. നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യാം. ക്യൂബ് വരുന്നു, ഗെയിം വരുന്നു, കൊടുത്തു. ക്യൂബ് എന്ത് ചെയ്യേ, ഇതപ്പ്, ഇത് ഡൗണ്, ഇതപ്പ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതേ ഇവിടെ ആനിമേഷൻ ഇപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള ആനിമേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ആനിമേഷനാണ് നമ്മളിത് വരുന്നത്. നമുക്ക് ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ ഇതിലേക്കാണ് ഡ്രാഗ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്യൂബിൽ ഇപ്പോൾ നമ്മൾ ആനിമേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ആനിമേഷൻ ഇവിടെ ആനിമേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ആനിമേറ്ററിലൂടെയാണ് ഈ ആനിമേഷൻ പ്ലേ ചെയ്യുന്നത്. നമ്മൾ റിജിഡ് ബോഡി കളഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാം. അത് മേളിലോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആനിമേഷനും വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബിലോ. നമുക്ക് അതിനുള്ള ഉത്തരവും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. ഈ ട്യൂട്ടോറിയലിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ദെൻ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നത് സി ഷാർപ്പ് എന്ന ലാംഗ്വേജിനെ പറ്റിയാണ്. അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ എൻഗേജിങ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. അടുത്ത വീഡിയോ ഒട്ടന്നെ വരുന്നതാണ്, പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഗെയിമിംഗ് വേൾഡും ഗെയിമിങ്ങും എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, ഗെയിം ഉണ്ടാക്കാൻ പഠിക്കുക. സ്റ്റിക്ക് വിത്ത് മീ, സ്റ്റേ ടുഗദർ. Till then, bye bye.